ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹണിബു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ താമസിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. എൻ്റെ സെക്കൻഡ് ഹോം എന്ന് ഞാൻ വിളിക്കുന്നത് ന്യൂ കാസിൽ അപ്പോൺ ടൈൻ എന്ന് പറഞ്ഞിട്ട് സിറ്റിയാണ് എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ഫുൾ സിറ്റി ടൂർ അല്ല, മേ ബി ഒരു മിനി ടൂർ പോലെ. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസ് സിറ്റി സെൻറ്ററിലേക്കുള്ള ഒരു 20-25 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്. അപ്പോൾ നല്ല വെതറാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും, ചുമ്മാ വന്നിരിക്കും, ഷോപ്പിങ്ങിന് വരും, ഭയങ്കര ഹാപ്പനിങ് ആണ്. പിന്നെ സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നൈസാണ്, നല്ല വൈബുള്ള അടിപൊളി സിറ്റിയാണ്. ആൻഡ് നമ്മളെ നാട് കോഴിക്കോടിനെ പറ്റി, എൻ്റെ നാട് കോഴിക്കോട്ടിൽ വന്ന് താമസിക്കുന്നവരും കോഴിക്കോട്ടേക്ക് വന്നവരൊക്കെ കോഴിക്കോടിനെ പറ്റി നല്ലത് പറയില്ലേ, അതുപോലെ ഒരു നല്ലൊരു സ്ഥലമാണ് ഈ ന്യൂ കാസിൽ എന്ന് പറഞ്ഞ സിറ്റി. ഒരു കുഞ്ഞു സിറ്റിയാണ്, പക്ഷെ നല്ല വൈബുള്ള, നല്ല മനുഷ്യന്മാരുള്ള നല്ലൊരു സിറ്റി. സിറ്റി സെന്ററിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ഇറക്കമാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ബൗൺസ് ചെയ്തിട്ടുണ്ട്. സിറ്റി സെന്ററിന് എത്തുന്നതിന് മുമ്പ് ഞാനൊരു സാധനം കാണിച്ചത്. പോകുന്ന വഴിക്ക് നമ്മൾ ഹൈഡ്രേഞ്ചിയ ഫ്ലവേഴ്സ് കണ്ടേ. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് മണ്ണിന്റെ pH ലെവലിന് അനുസരിച്ചാണ് ഇതിന്റെ കളർ വരിക. അതായത് ആൽക്കലൈൻ സോയിൽ ആണെങ്കിൽ പിങ്ക് കളറും അസിഡിക് സോയിൽ ആണെങ്കിൽ ബ്ലൂ കളറുമാണ് ഉണ്ടാവുക. എൻ്റെ പേര് അക്ഷര എന്നാണെങ്കിൽ എനിക്ക് സ്ഫുടത തീരെയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. കാരണം ഞാൻ ഈ വീഡിയോന്റെ മേജർ പോർഷനും വോയിസ് ഓവർ ചെയ്യാണ്. അതിൽ ഒരുപാട് മിസ്റ്റേക്കും ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാൻ പോകുന്നതാണ് സാക്ഷാൽ സെയിന്റ് ജെയിംസ് പാർക്ക് സ്റ്റേഡിയം. അതായത് ന്യൂ കാസിൽ യുണൈറ്റഡ് ഫുട്ബോൾ ടീമിന്റെ ഹോം ഗ്രൗണ്ട്. ഇതൊരു പക്ഷേ ഫുട്ബോൾ ഫാൻസിന് അറിയാമതായിരിക്കും. ഞാൻ ഫുട്ബോൾ ഫാൻ അല്ല, ആൻഡ് ഫുട്ബോളിന്റെ നോളജും എൻ്റെ 0 ആണ്. പക്ഷെ ഇവിടുത്തുകാർക്ക് ഇതൊരു വികാരമാണ്. മാച്ചുള്ള ദിവസങ്ങളിൽ അവർ ജേഴ്സിയൊക്കെ ഇട്ട് ന്യൂ കാസിലെ പബ്സിലും കഫേസിലും ഒക്കെ ഫുള്ളി ക്രൗഡഡ് ആയിട്ട് ചില്ല് ചെയ്യും അവർ. ഇനി മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ദ ഹോൾ സിറ്റി സെലിബ്രേഷൻ മോഡിലായിരിക്കും. എനിക്കറിയാം, ന്യൂ കാസിൽ ലണ്ടൻ മാഞ്ചസ്റ്റർ പോലെ അത്ര ഫേമസ് സിറ്റി ഒന്നുമല്ല. ഇത് ഇംഗ്ലണ്ടിന്റെ നോർത്ത് ഈസ്റ്റിൽ വരുന്ന ഒരു കുഞ്ഞു സിറ്റിയാണ്. ഈ സിറ്റിക്ക് അടുത്ത് വരുന്ന കൗണ്ടിയാണ് നോർത്തംബർലാൻഡ് കൗണ്ടി. ഇതാണ് ഇംഗ്ലണ്ടിന്റെ ബോർഡർ കൗണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കൺട്രി ആയിട്ടുള്ള സ്കോട്ട്ലൻഡ് ആണ്. എനിക്ക് എത്ര കണ്ടാലും എത്ര ചെയ്താലും ഒട്ടും ബോറടിക്കാത്തൊരു കാര്യമാണ് ഇവിടെ ഈ സിറ്റി സെന്ററിൽ വരുന്നതും ഇവിടെ കറങ്ങി നടക്കലും. സാധാരണ ഒറ്റയ്ക്കാണ് വരാറ്, പക്ഷെ ഇന്ന് കൂട്ടിനത് ഇവനുണ്ട്. ഇവന്റെ പേരാണ് ഷാജി. ഒറിജിനൽ നെയിം അല്ല കേട്ടോ, സെക്കൻഡ് നെയിമാണ് ഷാജി. അല്ലെങ്കിലും സെക്കൻഡ് നെയിം ഷാജി വരുന്നവരുടെ ഫസ്റ്റ് നെയിം നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഫുടതയില്ലായ്മ. പിന്നെ നമുക്കുണ്ടൊരു ചൈന ടൗൺ. അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ലെങ്കിലും പേരിന് ഒരെണ്ണം ഉണ്ട്. ഇവിടെയാണ് ചൈനീസ് റെസ്റ്റോറൻറ്റ്, ജാപ്പനീസ്, തായ് റെസ്റ്റോറൻറ്റ്സ്, സ്പാസ് ആൻഡ് ചൈനീസ് കമ്മ്യൂണിറ്റീസ് ഒക്കെ താമസിക്കുന്ന സ്ഥലം. പിന്നെ നേരെ കാണുന്നതാണ് നമ്മുടെ എൽഡൻ സ്ക്വയർ മാൾ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ന്യൂ കാസിലിന്റെ സിറ്റി സെന്റർ. ഇവിടെ മൺഡേ ആയിട്ടും ക്രൗഡഡ് ആണ്. ഷോപ്പിങ്ങിന് വരുന്നവര്, എന്നെ പോലെ തേരാപോരാ വന്നവര്, വർക്കിന് പോയി വരുന്നവര്, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. എനിക്ക് സിറ്റി സെന്ററിലേക്ക് നടക്കാൻ 25 മിനിറ്റ്സ് ആണുള്ളത്. പക്ഷെ ഈ കാണുന്ന ബസ് കയറി ഒരു 7 മിനിറ്റ്സ് കൊണ്ട് എത്തും. പക്ഷെ നല്ല വെതറാണെങ്കിൽ ഞാൻ അധികം നടക്കുക ചെയ്യാം. ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ആ ബസ് പിടിക്കും. ഈ കാണിക്കുന്നത് ടവർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് മോണുമെന്റ് എന്ന് പറയുന്നത്. പണ്ട് ന്യൂ കാസിൽ റോമൻ കൺട്രോളിലായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്.
അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യമൊന്നും എനിക്കറിയില്ല, എന്നോട് ചോദിക്കരുത്. ഈ ന്യൂ കാസിലിൽ താമസിക്കുന്നവരെ, ന്യൂ കാസിൽ ഒരു സർട്ടൻ റേഡിയസിൽ താമസിക്കുന്നവരെ ജോഡി പീപ്പിൾ എന്ന് പറയും. ആൻഡ് ദേ സ്പീക്ക് ജോഡി ലാംഗ്വേജ്. ബേസിക്കലി ഇംഗ്ലീഷ് തന്നെ, പക്ഷെ ചില വേർഡ്സ് ഒക്കെ അവരിങ്ങനെ ഷോർട്ടാക്കി പറയും. പണ്ട് ഹെൻറി എന്ന് പറഞ്ഞൊരു അപ്പൂപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ 40 വർഷം മുമ്പ് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയതാ. എന്നോട് പറഞ്ഞു, 40 വർഷമായി ഞാൻ ഇങ്ങോട്ട് താമസം മാറിയിട്ട് ഇപ്പം ഇവരെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ ഓരോ ജില്ലക്കാർക്ക് ഓരോ സ്ലാങ് ഇല്ലേ, അപ്പൊ ചിലവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് മനസ്സിലാവില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി കുറച്ചു നേരം നിങ്ങൾ സിറ്റി കണ്ടോളൂ കേട്ടോ, ബോറടിപ്പിക്കുന്നില്ല ഞാൻ. ഞാൻ ഈ പറയുന്ന കാര്യം ചിലപ്പോൾ ഗേൾസിന് റിലേറ്റബിൾ ആയിരിക്കും. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഷോപ്പിംഗ് എനിക്ക് ചെയ്യണ്ടെങ്കിലും ചുമ്മാ ഷോപ്പിലൊക്കെ കയറി പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടോ നോക്കി എല്ലാം ഒന്നൊക്കെ തൊട്ടൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഒരു സുഖമാണ്. ഇതാണ് നമ്മുടെ ന്യൂ കാസിലെ ഷോപ്പിംഗ് സ്ട്രീറ്റ്. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ആയിട്ടുള്ള ബബിൾ ടീ കുടിക്കാനാണ്. ബബിൾ ചാ. ബബിൾ ടീ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് OHFൻ്റെ വ്ളോഗിലാണ്. പിന്നെ ഈ കൊറിയൻ, ജാപ്പനീസ്, ചൈനീസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ മുതലേക്ക് ട്രൈ ചെയ്യണുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് ഒരു ചൈനീസ് സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് അവിടെ നിന്ന് ഗേളിനോട് ചോദിച്ചു, ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ്, എനിക്കെന്താ റെക്കമെൻഡ് ചെയ്യാമെന്ന്. ആ കുട്ടി പറഞ്ഞതൊരു കോമ്പിനേഷൻ ഉണ്ട്, മോക്ക വിത്ത് ടാപ്പിയോക്ക ആൻഡ് കോഫി ബബിൾ. അതാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുക. ഫ്രൂട്ട് ടീ ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുടിച്ചതിലെ ബെസ്റ്റ് ടേസ്റ്റ് അതാണ്. ആൻഡ് ഏറ്റവും നല്ല ന്യൂ കാസിലെ ഏറ്റവും നല്ല ബബിൾ ടീ കിട്ടുന്ന കടയും ബബിൾ ചായ ആണ്. വെയിൽ കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്ത എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. നല്ല വെതറായിരുന്നു, ചൂടും ഇല്ല എന്നാൽ തണുപ്പും ഇല്ല. പിന്നെ ആകെയുള്ളൊരു വിഷമം UK-ല് 4 മാസം മാത്രമേ നമുക്ക് സമ്മർ സീസൺ കിട്ടുള്ളൂ എന്ന്. ബാക്കി മൊത്തം വിൻ്ററും തണുപ്പൊക്കെ. ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ കേട്ടോ, ഒരു ബസ് സ്റ്റേഷൻ. ഇവിടെ ബസ് സ്റ്റേഷൻ എന്നാ പറയാ, നമ്മുടെ നാട്ടില് ബസ് സ്റ്റാൻഡ് എന്ന് പറയും. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു മരം കണ്ടു, അതിൽ കുറച്ച് കായും കണ്ടു. അത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലയോന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്നോട് പറിച്ചിടാൻ പറഞ്ഞു, പക്ഷെ പറിച്ചു തന്നില്ല. പറിച്ചിരുന്നില്ല, അവന് ഹൈറ്റ് ഇല്ലാണ്ടായി പോയി, ഹൈറ്റ് ഇല്ലാത്ത മനുഷ്യനായി പോയി. പഴുത്തിട്ട് നമുക്ക് വരട്ടോ രസം. അത്രയ്ക്കുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ന്യൂ കാസിൽ ഇതല്ല കേട്ടോ, ഞാനിപ്പോൾ സിറ്റി സെൻറ്റർ മാത്രമേ പോയിട്ടുള്ളൂ. ന്യൂ കാസിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്, അത് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് ന്യൂ കാസിലിനെ പറ്റി ഒരുപാട് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്, അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ഈ കാണുന്ന ഡോറ് കണ്ടോ, ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ വീട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ പ്രോപ്പറായിട്ട് വീണ്ടും ന്യൂ കാസിൽ സിറ്റിയും എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ നല്ല ടയർഡാണ്, ഒരുപാട് നടന്നു, എൻ്റെ ഫേസ് കണ്ടല്ലോ അറിയാം. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഫ്രം ഹണിപൂ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ബൈ.